ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് എൻ്റെ അയൽവാസീൻ്റെ കല്യാണത്തിന് പോകുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ തലേ ദിവസത്തതും കല്യാണ ദിവസത്തതും അങ്ങനെ ചേർത്ത് 2 ദിവസത്തെ വീഡിയോ ഞാൻ ഒരുമിച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കല്യാണ വീട്. തലേ ദിവസം പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു. നമ്മൾ അയൽവാസികളും പിന്നെ അവരെ കുറച്ച് റിലേറ്റീവ്സും മാത്രമേ തലേന്ന് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണും. നമ്മൾ ചെക്കൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ രൂപിനേഷ് എന്നാണ് ചെക്കൻ്റെ പേര്. അപ്പോൾ ഈ കയറിപ്പോയതാണ് കേട്ടോ ചെക്കൻ. അപ്പോൾ ഓനെ നമ്മൾ വിളിക്കുന്നത് കുട്ടാപ്പി എന്നാണേ. പിന്നെയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ തലേന്ന് പരിപാടിയൊന്നും ഇല്ല എന്ന്, അതുകൊണ്ട് സ്പെഷ്യൽ അങ്ങനെ ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്പുടുവല്ല ഭക്ഷണം കഴിക്കാനിരുന്ന്. പിന്നെ നല്ല നാടൻ ഭക്ഷണമായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പുടുവിന് ഭക്ഷണം കഴിക്കാൻ എത്താത്തത് കൊണ്ട് 2 കസേര വെച്ച് കൊടുത്തിന് കേട്ടോ. അങ്ങനെയാണ് ഓനിരുന്നത്. അപ്പം നമുക്കിനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അപ്പോൾ സാധാരണ കല്യാണ വീടുകളിലെ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഓരോ ഭാഗത്ത് ടീമായിട്ടിരുന്ന് സൊറ പറയലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ പാട്ടെല്ലാം വെച്ചിന് കേട്ടോ. ഇത് പിറ്റേ ദിവസം കല്യാണ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പെണ്ണിനെ കൂട്ടാൻ പോകുന്ന ചടങ്ങുണ്ടല്ല, അതിന് വേണ്ടിയിട്ട് പോകാനേ. അപ്പോൾ ശ്രീകണ്ഠാപുരം നെടിയാങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെണ്ണിൻ്റെ വീട്. അപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ 5-6 വണ്ടികളിലായിട്ടായിരുന്നു യാത്ര പോയത്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി കേട്ടോ. ആ ബസ്സിൽ കയറുമ്പം ഉള്ള വൈബ് പിന്നെ വേറെ ഏത് വണ്ടി, അങ്ങനെ കല്യാണച്ചക്കൻ്റെ കാറ്, കല്യാണച്ചക്കൻ്റെ കൂട്ടുകാരെ കാറ്, ബന്ധുക്കളെ വണ്ടികൾ, അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് പുറകെ പോകുന്നുണ്ട്. അപ്പം ബസ് ലാസ്റ്റാണ് കേട്ടോ പുറപ്പെട്ടത്. അപ്പോൾ നമ്മളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ രാവിലെ 11:30 ആ സമയത്ത് എങ്ങനെയാണ് മുഹൂർത്തം ഉണ്ടായത്. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ തിരക്ക് കാരണം നമ്മൾ കല്യാണം കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിലോട്ട് കയറാനേ പറ്റിയില്ല. നമ്മളിങ്ങനെ പുറത്തും അടയിടയിൽ ഇരുന്ന് ഇങ്ങനെ നേരം കൂട്ടുന്നത്. പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ. അപ്പം ഇതാണ് പെണ്ണ്. നമ്മൾ കല്യാണം കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ വീഡിയോയിലൂടെ കല്യാണം കണ്ടു കേട്ടോ. പിന്നെ നമ്മളെന്തായാലും കല്യാണവും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്തായാലും ചോറുന്നാനേ ഇരിക്കാമെന്ന്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് കേട്ടോ. അപ്പോൾ അസൽ സദ്യ പ്രതീക്ഷ നമ്മളെ മുന്നിലേക്ക് വന്നത് നല്ല കിടിലൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പിന്നെ 2:30 സമയമാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ബസ് കുറേ ദൂരെയാണ് കേട്ടോ നിർത്തിയത്. ഒരു 10 മിനിറ്റോളം ഏകദേശം നടക്കാനുണ്ടാവും ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക്. അത്രയും ദൂരത്താണ് ബസ് നിർത്തിയത്. പിന്നെ ചെക്കനെയും പെണ്ണിനെയും അത്രയും ദൂരം വാദ്യഘോഷങ്ങളെ അകമ്പടിയോടെ നടത്തിച്ചേട്ടാ. അപ്പോൾ ഇതാണ് ചെക്കനും പെണ്ണും.
അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നിട്ട് ഇതാ ചെക്കൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെ വക ഷൂട്ട് ഔട്ട് പരിപാടി ഉണ്ടായിരുന്നു. അതിന് മുന്നേ റോഡിൽ വെച്ചിട്ട് ഉറിയടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഷൂട്ട് ഔട്ട് 3 ചാൻസ് കൊടുത്ത് മൂന്നിലും അവർ വിജയകരമായി തോറ്റു. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പകൽ കല്യാണത്തിനെല്ലാം പോയത് കൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി 10 മണിയായപ്പോഴാണ് തിരിച്ച് കല്യാണ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ രാത്രി DJ പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി 10 മണിയാകുമ്പോഴാണ് ഞാൻ കല്യാണ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ പാട്ടിങ്ങനെ വീട്ടിലേക്ക് കേൾക്കുന്നുണ്ടായതുകൊണ്ട് അമ്പുടുവിന് വീട്ടിലിരിക്കാൻ ക്ഷമയേ ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു 10 മണി വരെയെല്ലാം പിടിച്ച് നിർത്തിക്കുമായിരുന്നു അമ്പുടുവിനെ. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കല്യാണ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞ ഉടനെ ഇത് അമ്പുടും കുക്കുടും കൂടിയിട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. അവരെ പ്രോഗ്രാം ഏകദേശം ഒരു 3/4 ഭാഗം ആകുന്നവരെയും ഇവർ തുള്ളലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷീണം പിടിച്ചിട്ടങ്ങ് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ രാത്രി 12:30 എങ്ങാനും ആയപ്പോഴാണ് DJ കഴിഞ്ഞത്. പിന്നെ അപ്പോൾ നമ്മളെ കുട്ടാപ്പീൻ്റെ കല്യാണ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.